എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കോൺട്രവേഴ്സീസ് വന്നൊരു ടോപ്പിക്കാണ്. നമ്മുടെ ഈ ഇടയ്ക്ക് നടന്ന SSC-GDയുടെ എക്സാം കോപ്പിയടി വിവാദം. എല്ലാവരും വീഡിയോസിലൂടെയൊക്കെ കണ്ടതായിരിക്കും. അപ്പോൾ ഒരുപാട് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നടന്ന SSC-GDയുടെ എക്സാം കോപ്പി അടിക്കപ്പെട്ടു എന്നുള്ളതല്ല, അതിൻ്റെ പേപ്പേഴ്സൊക്കെ ലീക്കായി ഓൾറെഡി അത് കോപ്പിയായി പെട്ടു എന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മെജോറിറ്റി ഇപ്പോൾ SSC, PSC പോലുള്ള കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മൾ ജോലി വാങ്ങി പഠിക്കുന്ന നമ്മൾ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കണം ഇതേ ടൈമിൽ തന്നെ വേറുള്ളവർ ഇതുപോലുള്ള അൺഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഇത്തരത്തിൽ SSC പോലുള്ള ടോപ്പ് നമ്മൾ അത്രയും ട്രസ്റ്റായിട്ട് വിശ്വസിക്കുന്ന എക്സാമുകൾ പോലും ഇങ്ങനെ ലീക്കാവുക അല്ലെങ്കിൽ കോപ്പി അടിക്കപ്പെടുക എന്നൊക്കെ നമ്മളിങ്ങനെ മാധ്യമങ്ങൾ വഴി അറിയുമ്പോൾ ആസ് ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറൻ്റ് എന്ന നിലയ്ക്ക് ഇപ്പോൾ എനിക്കും പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ പറയുന്നത്. നിങ്ങളും ദയവ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് പറയേണ്ട കാര്യം ഇതിനെപ്പറ്റി, ഈ ഒരു ആരോപണങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പറയണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കണ്ടൻറ് ഇങ്ങനെ രീതിയിൽ ചെയ്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനെപ്പറ്റി എന്താ ഒന്നും പറയാഞ്ഞത്. കാരണം ഇത്തരത്തിലുള്ള ഒരു എക്സാംസ് ഒക്കെ അതും നാഷണൽ ലെവൽ എക്സാമുകളാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു എക്സാം അതൊരു ഫോഴ്സിലോട്ടുള്ള ഒരു എക്സാം വരെ ഇങ്ങനെ കോപ്പി അടിച്ച് പോകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ അകത്ത് കയറുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, SSC എക്സാമിന് പോയിട്ടുള്ളവർ നമ്മുടെ ഒരു ബെൽറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെൻറ്റ്സോ നമ്മുടെ കഴുത്തിലെ മാല, ചരട് അങ്ങനെ ഒന്നും അലോ ചെയ്യാതെ അത്രയ്ക്കും ഒരു എന്താ പറയുക ട്രസ്റ്റബിളായിട്ട് അല്ലെങ്കിൽ അത്രയ്ക്ക് സൂക്ഷ്മമായിട്ട് നമ്മളെ പരിശോധിച്ച് ഭയങ്കര ഒരു സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ SSC എക്സാമിന് നമ്മളെ കയറ്റുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ നടക്കുമ്പോൾ നേരെ തിരിച്ച് മറ്റൊരു സൈഡിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളറിയാം, നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നമുക്കൊക്കെ തോന്നുന്ന ഒരു ഇതുണ്ട്. കാരണം ഇപ്പോൾ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ഇപ്പോൾ ഇതുപോലെ എത്ര പേര് ജോലിയിൽ കയറിയിട്ടുണ്ടാവും, ഇതുപോലുള്ള മാൽ പ്രാക്ടീസ് നടത്തി ജോലി കയറിയവരുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അവരെയൊന്നും ഇനി പിടിക്കാൻ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പോസിബിൾ ഉള്ള കാര്യമല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഇവിടെയൊക്കെ ഇത്രയും പ്രോപ്പറായിട്ട് സെറ്റായി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇതാണ് സത്യം പറഞ്ഞുള്ള അവസ്ഥ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നീറ്റിൻ്റെ എക്സാംസും ഇതുപോലെയൊക്കെ ലീക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എതിരെ ഒരുപാട് പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നു. ബട്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ SSCയുടെ ഈ ഒരു ക്രെഡിബിലിറ്റി ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു SSC-GDയുടെ എക്സാം ഇങ്ങനെ ലീക്കായി എന്നുള്ള സംഭവം. അപ്പോൾ അത് ഒരു ആസ്പിറൻ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ ഇതിനകത്തൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിൻ്റെ സുതാര്യത ഇനി SSC ഉറപ്പായിട്ടും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് പേര് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സാംസുകളാണ് SSC പോലുള്ള ഒരുപാട് കോമ്പറ്റീവ് എക്സാം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യം ഗൗരവമായിട്ട് എടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഹാവ് എ നൈസ് ഡേ.